ജപാകുസുമസങ്കാശം കാശ്യപേയം മഹാദ്യുതിം തമോഘ്നം സർവപാപഘ്നം ഭാസ്കരം പ്രണമാമ്യഹം. ഞാൻ ഭാസ്കരനെ പ്രണമിക്കുന്നു. അതെ, ആദ്യത്തിനെ നാം പ്രണമിക്കണം. നവഗ്രഹങ്ങളിൽ ഏറ്റവും ശക്തനായ ഗ്രഹം, ആത്മപ്രഭാവം, വ്യക്തിത്വം, ഇൻഡിവിജ്വാലിറ്റി, ഇതൊക്കെ കീപ്പ് ചെയ്യുന്ന ഒരേ ഒരു ഗ്രഹം ജ്യോതിഷത്തിൽ സൂര്യനാണ്. സൂര്യനാണ് ഗ്രഹങ്ങൾക്ക് വെളിച്ചം നൽകുന്നത്. സൂര്യൻ എത്രത്തോളം ഒരു ജാതകത്തിൽ ശക്തനാണോ അത്രത്തോളം അദ്ദേഹത്തിൻ്റെ പ്രഭാവം സമൂഹത്തിൽ, സമാജത്തിൽ നിലനിൽക്കും. ഇതാണ് സൂര്യൻ. താതസ്യ ആത്മപ്രഭാവ, തൻ്റെ പിതാവും ആത്മപ്രഭാവവുമാകുന്നു സൂര്യൻ. അതിനാൽ സൂര്യൻ ബലവാനാണെങ്കിൽ ഒരു വ്യക്തി എല്ലാം നേടും, തൻ്റെ പ്രഭാവം കൊണ്ട്, വ്യക്തിത്വം കൊണ്ട്. ഇതാ പ്രിയമുള്ള പ്രേക്ഷകരെ, സൂര്യൻ ഉത്തരായനത്തിൽ പ്രവേശിച്ചിരിക്കുന്നു. ഉത്തരായണം എന്നാണ് പറയുക. ദക്ഷിണായനം, ഉത്തരായണം. മകരം 1 മുതൽ മിഥുനം 31 അല്ലെങ്കിൽ 30 വരെയുള്ള 6 മാസക്കാലം സൂര്യൻ പ്രവേശിക്കുന്ന സമയത്തിന് ഉത്തരായണം എന്ന് പറയുന്നു. മകരം 1 ശബരിമലയിൽ മകരജ്യോതി നാം ദർശിക്കുക. ഇതാ മകരത്തിൽ സൂര്യൻ പ്രവേശിച്ചിരിക്കുന്നു. 1201 ധനുമാസം 30-ാം തീയതി മുതൽ, അതായത് 2026 ജനുവരി 14-ാം തീയതി ഉച്ചയ്ക്ക് 3:15 മുതൽ സൂര്യൻ ഉത്തരായനത്തിൽ പ്രവേശിക്കുകയാണ്. മകരമാസം 1 പിറക്കുകയാണ്. സൂര്യൻ മകരമാസത്തിൽ വരുമ്പോഴാണ് മകരം 1-ാം തീയതി ആവുക. നിങ്ങളുടെ കലണ്ടറിൽ കാണുക വ്യാഴാഴ്ച മകരം 1-ാം തീയതി എന്നാണ്. യഥാർത്ഥത്തിൽ ബുധനാഴ്ച 3:15 മുതൽ ഉച്ചയ്ക്ക് IST സമയം സൂര്യൻ മകരത്തിൽ പ്രവേശിച്ചു. നാം ഇവിടെ ചർച്ച ചെയ്യുന്നു എപ്രകാരമാണ് ഈ സൂര്യൻ്റെ മകരമാസത്തിലേക്കുള്ള പ്രവേശനം ഒരു മാസക്കാലം ഒരു വ്യക്തിക്ക് ശുഭാശുഭ ഫലങ്ങളെ പ്രദാനം ചെയ്യുന്നു എന്ന വിഷയം. സൂര്യനെ ആശ്രയിച്ചിട്ടാണ് എല്ലാ ഗ്രഹങ്ങളും നിൽക്കുന്നത്. ഞങ്ങൾ ജ്യോതിഷികൾ കവടിക്രിയ വയ്ക്കുമ്പോൾ തന്നെ ഓം മൂർത്തിത്വേ പരികൽപ്പിത ശശഭൃത പത്മാപുനർജന്മനാം ആത്മേത്യാത്മവിതാം കൃതുശ്ച യജതാം ഭർത്താമര ജ്യോതിഷാം ലോകാനം പ്രളയോദയ സ്ഥിതിവിപുശ്ചാനേകഥ യശ്രുതൗ വാചം നസ്തദധാതു നൈകകിരണ ത്രൈലോക്യ ദീപോരവിഹി എന്ന ആ മന്ത്രം, വരാഹമിഹിര ആചാര്യൻ്റെ ആ തുടക്കത്തിലുള്ള മന്ത്രം 3 തവണ ജപിച്ചുകൊണ്ടാണ് ഞങ്ങൾ ജ്യോതിഷികൾ കവടിക്രിയ ആരംഭിക്കുക. അത്രത്തോളം പ്രാധാന്യം. പിന്നീട് മറ്റൊരു വലിയ പ്രാധാന്യം കൊടുക്കുന്നത് സൂര്യൻ ശിവനാകുന്നു. അർക്ക ശംഭുഹു, സൂര്യനെ കൊണ്ടാണ് ശിവനെ ചിന്തിക്കുന്നത്. ആ ശിവൻ്റെ ജ്ഞാനമൂർത്തിയായ ദക്ഷിണാമൂർത്തിയെ സ്മരിച്ചുകൊണ്ടും പിന്നീട് ഞങ്ങൾ ശ്ലോകം ചൊല്ലും. ഓം കൈലാസാദ്രീശകോണേ സുരവിടവിതടേ സ്ഫാടികേ മണ്ഡപേ സന്മാദങ്കാരാദി പീഠോപരി പരലസിതം സേവ്യമാനം സുരൗഘൈഹി ജാനുസ്ഥം വാമബാഹും മൃഗമഭി പരശും ജ്ഞാനമുദ്രാം വഹന്തം നാഗോദ്യുദ്യോഗവേഷ്ടം ദതത ഋഷിഗണേ ജ്ഞാനമീശാനമീടെ. ഇതാകുന്നു ഞങ്ങൾ ജ്യോതിഷികളുടെ പ്രാർത്ഥന. എന്നിട്ടാണ് ഞങ്ങൾ നവഗ്രഹങ്ങളെയും ഗുരുനാഥന്മാരെയും പ്രാർത്ഥിച്ചുകൊണ്ട് ഗീർണശ്രേയ, ഞങ്ങളുടെ വാക്ക് ശ്രേയസ്സാകട്ടെ എന്ന് പ്രാർത്ഥിച്ച് കവടിക്രിയ ആരംഭിക്കുന്നത്. രാവിലെ ഉണർന്ന് ഉത്ഥായ ഉഷസി, കാലത്തുണർന്ന് ധർമ്മദൈവങ്ങളെയും തൻ്റെ ദൈവങ്ങളെയും ഗുരുജനങ്ങളെയും പ്രാർത്ഥിച്ചുകൊണ്ട് വയ്ക്കുന്ന കവിടി ഒരിക്കലും നിഷ്ഫലമാകില്ല. അനുഭവങ്ങൾ ധാരാളമാണ്. പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇനി ആ സൂര്യൻ്റെ ഉത്തരായന കാലത്തിലേക്കുള്ള വരവും ഈ മകരമാസവുമാണ് ചർച്ച ചെയ്യുന്നത്. എല്ലാവർക്കും ഡോക്ടർ മാരാർജി നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. കാർത്തിക നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 45 നാഴിക രോഹിണി, മകേര നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 30 നാഴിക വരുന്ന 2.25 നക്ഷത്ര സമൂഹം. ഇവിടെ ഇടവൻ രാശിക്കാർക്ക് സൂര്യൻ നിൽക്കുന്നത് ചാരവശാൽ ഏത് ഭാവത്തിലാണ്? മകരം ഇടവൻ രാശിയുടെ 9-ാം ഭാവത്തിലാകുന്നു. 9-ാം ഭാവത്തിൽ സൂര്യൻ, പ്രത്യേകിച്ച് പാപഗ്രഹങ്ങൾ നിൽക്കുമ്പോൾ നല്ല ഫലം തന്നെയാണ് വരാഹമിഹിര ആചാര്യൻ പറഞ്ഞിരിക്കുന്നത്. 9-ൽ സൂര്യൻ നിൽക്കുമ്പോൾ ധർമ്മ അർത്ഥ സുഖഭാഗ്, ഇദ്ദേഹം ധർമ്മ അർത്ഥ സുഖഭാഗ്, ധനവും സുഖവും ധാർമ്മികതയും പുലർത്തുമെന്ന് പറയുന്നു. അതിലൂടെ സുഖം ലഭിക്കുന്നു. ഇവിടെ ധർമ്മം എന്ന വാക്കിന് നമ്മുടെ മതപരമായ വിശ്വാസമാണ് ധർമ്മം എന്ന് പറയുന്നത്. അല്ലാതെ ധർമ്മം ചരിക്കുക എന്നാൽ ധാർമ്മികത ചരിക്കുക എന്നാണ് അർത്ഥം. മതമെന്നാൽ
സംസ്കൃത ഭാഷയിൽ അഭിപ്രായമാണ്. ധർമ്മം എന്ന വാക്കിനാണ് മതപരം, റിലീജിയസ് എന്ന വാക്കിവിടെ വരുന്നത്. പിന്നെ ധാർമ്മികത എന്ന ഒരു അർത്ഥവുമുണ്ട്. ധർമ്മം ചര, സത്യം വദ എന്നൊക്കെ നിങ്ങൾ കേട്ടിരിക്കും. ഏതായാലും ഈ 9-ൽ നിൽക്കുന്ന സൂര്യൻ നിങ്ങൾ മനസ്സിലാക്കണം ശത്രുക്ഷേത്രത്തിലാണ്. പലപ്പോഴും നമ്മെ വിമർശിക്കും, സൂര്യൻ ശത്രുക്ഷേത്രത്തിലാണ്, സൂര്യൻ എങ്ങനെ ഫലം ചെയ്യുമെന്നൊക്കെ. പക്ഷേ നിയതമായ ഒരു ഫലം സൂക്ഷേത്രത്തിലായാലും ശത്രുക്ഷേത്രത്തിലായാലും ആ ഗ്രഹം അനുഷ്ഠിക്കുക തന്നെ ചെയ്യും. ഇവിടെ 4-ാം ഭാവാധിപനാണ് സൂര്യൻ. എന്താണ് 4-ാം ഭാവം? മാതാ സുഹൃത്ത് മാതുല ഭാഗിനായ ക്ഷേത്രം സുഖം വാഹനം ആസനം ച ലാളിത്യം അംഭശാനഞ്ച വൃദ്ധിർ പശ്വാധികം ജന്മഗൃഹം ചതുർത്ഥാത്. ജന്മഗൃഹത്തെ സൂചിപ്പിക്കുന്നു, വാഹനങ്ങളെ സൂചിപ്പിക്കുന്നു, നാൽക്കാലികളെ സൂചിപ്പിക്കുന്നു, അമ്മാമന്മാർ, മരുമക്കൾ ഇവരെയൊക്കെ സൂചിപ്പിക്കുന്നു 4-ാം ഭാവത്തിനാൽ. പക്ഷേ ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കുക, സൂര്യൻ താതശ്ച ആത്മപ്രഭാവ, ആത്മപ്രഭാവകാരകനാണ് സൂര്യൻ. മറ്റൊരു കാരകധർമ്മം എന്താണ്? പിതാവാണ്. 9-ാം ഭാവം ആരെ സൂചിപ്പിക്കുന്നു? പിതാവിനെ സൂചിപ്പിക്കുന്നു. ഇവിടെ പിതൃപതിയായ സൂര്യൻ 9-ാം ഭാവത്തിൽ നിൽക്കുമ്പോൾ അച്ഛന് ദോഷമാണ്. അച്ഛന് ദോഷമുണ്ടാക്കും, സഹോദരങ്ങൾക്കും ദോഷമാണ്. അതിനാൽ ഇടവൻ രാശിക്കാർ തങ്ങളുടെ പ്രായമുള്ള പിതാവിൻ്റെ പേരിൽ മൃത്യുഞ്ജയ ഹോമമോ മൃത്യുഞ്ജയ പുഷ്പാഞ്ജലിയോ ചെയ്യുന്നത് വളരെയധികം നന്മകളെ പ്രദാനം ചെയ്യും. അവരുടെ ദീർഘായുസ്സിന് അത് എന്തായിത്തീരും? സഹായകരമായി തീരുകയും ചെയ്യും. 9-ാം ഭാവത്തിൽ സൂര്യൻ നിൽക്കുമ്പോൾ ചമത്കാര ചിന്താമണിയിൽ പറഞ്ഞിരിക്കുന്ന ശ്ലോകം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ശ്രദ്ധിക്കുക. ദിവാനായകെ ദുഷ്ടത കോണയാതെ. കോണം എന്നാൽ 9-ാം ഭാവം, ത്രികോണം 9, 3 ത്രികോണം എന്നാൽ 5, 9 ഭാവങ്ങളാണ്. ഇവിടെ കോണയാതെ 9-ാം ഭാവത്തിൽ നിൽക്കുമ്പോൾ ദിവാനായകെ, പകലിൻ്റെ നായകൻ നിൽക്കുമ്പോൾ ദുഷ്ടത, അദ്ദേഹം ദുഷ്ട സ്വഭാവം പ്രകടിപ്പിക്കും. തൻ്റെ ക്രൗര്യം അദ്ദേഹം പുറത്തെടുക്കും പലപ്പോഴും. അതിനാൽ വളരെയധികം ശ്രദ്ധിക്കണം. മിലിറ്ററി, പോലീസ്, സെക്യൂരിറ്റി ഓഫീസേഴ്സ് ഇവരൊക്കെ തന്നെ ഈ ഒരു മാസത്തിൽ പ്രകോപിതരാകരുത്. പ്രകോപിതരായാൽ അവർ പെട്ടെന്ന് തന്നെ തന്നെ മുന്നിലിരിക്കുന്ന ആളെ അധിക്ഷേപിക്കുക, വാക്കുകൊണ്ട് അല്ലെങ്കിൽ കൈക്കളി ചെയ്യും. നാം കാണുന്നുണ്ട് എത്രയോ പോലീസ് ഇൻസ്പെക്ടർമാർ പ്രകോപനത്തോടു കൂടി മറ്റുള്ളവരെ ഇടിക്കുന്ന ദൃശ്യങ്ങൾ നാം കാണുന്നുണ്ട്. 9-ൽ സൂര്യൻ വരുമ്പോൾ ഇങ്ങനെയുള്ള പ്രയാസങ്ങളൊക്കെ ഉണ്ടാകും. ന ചാപ്നോതി ചിന്താവിരമഃ അസ്യ ചേത. ഇദ്ദേഹത്തിൻ്റെ മനസ്സിൽ ചിന്തകൾക്ക് അവസാനമില്ല. എൻലെസ് തോട്ട്സ് ഹി വിൽ മേക്ക്. ചിന്തിച്ചു കൊണ്ടിരിക്കും ഈ മനുഷ്യൻ. സൂര്യൻ ഉഷ്ണകാരകനാണ്. അതിനാൽ അത്യുഷ്ണം പലപ്പോഴും വരുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ ആ 9-ാം ഭാവം ഭാഗ്യം, ധർമ്മം, ദയ, പുണ്യം ഇതിനൊക്കെ വലിയ മാറ്റങ്ങൾ, പരിവർത്തനം വന്ന് അദ്ദേഹം വലിയൊരു ചിന്തയിലേക്ക് പോകും. തപശ്ചര്യയ അനിച്ഛയാഭിപ്രയാതി. തനിക്കിഷ്ടമില്ലാതെ തന്നെ തപസ് ചെയ്യേണ്ടി വരും, യാത്ര ചെയ്യേണ്ടി വരും. മനസ്സോടുകൂടി തീർത്ഥാടന കാര്യങ്ങളിലൊക്കെ അദ്ദേഹം വ്യാപൃതനാവും എന്നർത്ഥം. പലപ്പോഴും തൻ്റെ നിർബന്ധത്തിന് വഴങ്ങിയല്ല, ഭാര്യയുടെയോ അല്ലെങ്കിൽ ചെറിയ മകനാകുമ്പോൾ അച്ഛൻ്റെ, മാതാപിതാക്കളുടെ ആഗ്രഹത്തിന് വഴങ്ങിക്കൊണ്ട് പോകേണ്ടി വരും. ക്രിയാതുങ്കതാം, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. തൻ്റെ ജോലിയിൽ അദ്ദേഹം എന്ത് ചെയ്യുന്നു? തുങ്കതാം, ഉയർന്ന ഭാവത്തെ അദ്ദേഹം പ്രാപിക്കും. വലിയ ജോലിയിലേക്ക് പ്രവേശിക്കും ഈ മനുഷ്യനെന്നർത്ഥം. വലിയ പദവിയിലെത്തും. അത് തൻ്റെ ആത്മപ്രഭാവം ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത് കൊണ്ടാണ്. തപ്യതേ സോദരേണ, സഹോദരന് ദുഃഖമുണ്ടാകും. എന്തുകൊണ്ടാണത്? കാരണം 9-ാം ഭാവത്തിൽ നിൽക്കുന്ന സൂര്യൻ നോക്കുന്നത് ഇടവൻ രാശിക്കാർക്ക് കർക്കിടകമാണ്. കർക്കിടകം 3-ാം ഭാവമാണ് ഇടവൻ രാശിക്കാരുടെ. അതിനാൽ സഹോദരങ്ങൾക്ക് രോഗാദി അരിഷ്ടതകൾ വരും. അതിനുമപ്പുറം പിതാവിന് അങ്ങേയറ്റം ബുദ്ധിമുട്ടുള്ള മാസമാണെന്ന് അറിയുക. ഇവിടെ നിർബന്ധമായും ധർമ്മദൈവ സങ്കേതങ്ങളിൽ പോകണം. അവിടെ ധർമ്മദൈവ പ്രീതി ചെയ്യണം. വിളക്ക്, മാല, പായസം അവിടെ സമർപ്പിക്കണം. ശൈവമായ പ്രാർത്ഥനകളിൽ മുഴുകണം. ഓം നമഃ ശിവായ എന്ന പഞ്ചാക്ഷരി മന്ത്രമാകട്ടെ ഈ ഒരു മാസം എൻ്റെ പ്രിയപ്പെട്ട ഇടവൻ രാശിക്കാരുടെ നാവിൽ നിന്നും മുഖരിതമാകുന്നത്. ആദിത്യ ഹൃദയ മന്ത്രം ജപിക്കുക. ഇതൊക്കെ തന്നെ ഇടവൻ രാശിക്കാർക്ക് വളരെ പോസിറ്റീവ് വൈബ്രേഷൻസ് സൃഷ്ടിക്കപ്പെടുമെന്ന് മനസ്സിലാക്കുക. അനാവശ്യമായ വിവാദങ്ങളിൽ ഇടപെടരുത്. കാരണം വാശി വന്നാൽ അത് കയ്യാങ്കളിയിലേക്ക് നീങ്ങും. പ്രാർത്ഥിക്കുക. ഇതുമാത്രമാണ് ഏറ്റവും വലിയ റെമഡി ഇടവൻ രാശിക്കാർക്ക്. അതിന് പുറമെ ഏറ്റവും പ്രധാനമായി പറയാനുള്ളത്, ഇവിടെ ഇടവൻ രാശിക്കാർക്ക് കർമാധിപനായ ശനി വളരെ ശക്തമാണ്. കർമ്മസ്ഥാനത്തേക്ക് വ്യാഴദൃഷ്ടിയുണ്ട്. ഈ സൂര്യൻ്റെ മാറ്റവും വളരെയധികം നന്മകൾ പ്രദാനം ചെയ്യപ്പെടും ഇടവൻ രാശിക്കാർക്ക് ഈ ഒരു മാസക്കാലമെന്ന് അറിയുക. നന്ദി, നമസ്തേ.